ഹായ് ഓൾ. പി ബ്ലോക്ക് എലമെന്റ്സിൽ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഗ്രൂപ്പ് 13, 14, 15, 16 ആണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഗ്രൂപ്പ് 17ഉം ഗ്രൂപ്പ് 18 ഇനേർട്ട് ഗ്യാസസും രണ്ട് കാര്യങ്ങൾ, അതായത് ഹാലജൻ ഫാമിലിയും അതുപോലെ നോബൽ ഗ്യാസ് ഫാമിലിയുമാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. സോ ഇവിടെ ഗ്രൂപ്പ് 17 എന്ന് പറയുന്നത് ഹാലജൻ ഫാമിലി. നമുക്കറിയാം ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസെറ്റാറ്റിൻ. ഓക്കെ, അതിൽ അസെറ്റാറ്റിൻ എന്ന് പറയുന്നത്, അതായത് ഗ്രൂപ്പിൽ ഏറ്റവും താഴെയുള്ള അസെറ്റാറ്റിൻ എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആണ്, ഭയങ്കര റെയർ ആയിട്ട് കാണപ്പെടുന്നതാണ്. സോ സാധാരണഗതിയിൽ നമ്മൾ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ വരെയാണ് പറഞ്ഞു നിർത്താറുള്ളത്. കാരണം അസെറ്റാറ്റിൻ റേഡിയോ ആക്റ്റീവ് ആണ്, നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് എല്ലാ ഹാലജൻസും എന്താണ്? നോൺ മെറ്റൽസ് ആണ്. മിക്കവാറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഞാൻ ബോർഡിൽ എഴുതിയിട്ടുള്ളത്, ബാക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നോൺ മെറ്റാലിക് ആണ്, എല്ലാ ഹാലജൻസും നോൺ മെറ്റാലിക് ആണ്. അതുപോലെ ഫ്ലൂറിൻ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണ്, സ്മോളർ സൈസ് ആണ്, മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്ലൂറിനെ നമ്മൾ സൂപ്പർ ഹാലോജൻസ് എന്ന് വിളിക്കും, സൂപ്പർ ഹാലോജൻ എന്ന് വിളിക്കും. ഓക്കെ, ഹാലോജൻസിൽ തന്നെ ഹൈലി ആക്റ്റീവ് ആണ്, സ്മോളർ സൈസ് ആണ്, അതുപോലെ തന്നെ എന്താണ്? ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഒക്കെയാണ്, ഹൈ അയണൈസേഷൻ എനർജി ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സൂപ്പർ ഹാലോജൻ എന്നാണ് നമ്മൾ വിളിക്കുക ഫ്ലൂറിന്റെ കേസിൽ. സോ നെക്സ്റ്റ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP5 ആണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അതായത് വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് വരുവാണ്. അപ്പോൾ ഇതിന്റെ ടെൻഡൻസി എന്തായിരിക്കും? ഒരു ഇലക്ട്രോണിനെ കൂടി ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് ഹൈ ഇലക്ട്രോ നെഗറ്റീവ് നമ്മൾ പറഞ്ഞത്. ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇനർട്ട് ഗ്യാസ് കോൺഫിഗറേഷനിലേക്ക് മാറാനാണ് ആര് ശ്രമിക്കുക? ഈ ഹാലജൻ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് ശ്രമിക്കുക. സോ റേഡിയസ് ഇൻക്രീസസ് മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ്. നമുക്കത് അറിയുന്ന കാര്യം തന്നെയാണ്. അതായത് സാധാരണ പീരിയോഡിക് ടേബിളിലുള്ള ട്രെൻഡ് പോലെ തന്നെയാണ്. എന്താണ്? ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും റേഡിയസിൽ ഇൻക്രീസ് ആണ് ഉണ്ടാവുന്നത്. നമുക്കറിയാം അതിന്റെ ഷെൽ നമ്പർ കൂടുമ്പോൾ ആറ്റമിക് സൈസ് കൂടും. അപ്പൊ അയഡിനാണ് ഗ്രേറ്റർ സൈസ് വരിക. നമ്മൾ അസെറ്റാറ്റിനെ മൈൻഡ് ചെയ്യുന്നില്ല, അത് റെയർ ആണ്, റേഡിയോ ആക്റ്റീവ് ആണ്, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അയഡിനാണ് സൈസ് ബിഗ്ഗർ ആണ് നമുക്ക് പറയാം. നെക്സ്റ്റ് അയണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രൂപ്പ് ഏതാണ്? ഗ്രൂപ്പ് 16 ആണ് അല്ലെ? ഗ്രൂപ്പ് 17 തൊട്ട് മുന്നേയുള്ള മീൻസ് ഓക്സിജൻ ഫാമിലിയാണുള്ളത്. അപ്പോൾ ഓക്സിജൻ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ അപേക്ഷിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഹാലജൻ ഫാമിലിയിലുള്ള മെമ്പേഴ്സിന് ഹയർ അയണൈസേഷൻ എനർജിയാണ്. കാരണം എന്താണ്? കാരണം അതിന്റെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്. അപ്പോൾ ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഹാലജൻസിൽ നിന്ന്. സോ ഈ ബാക്കിയുള്ള ഇപ്പോൾ ഗ്രൂപ്പ് 16 എലമെന്റ്സിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രൂപ്പ് 17 എലമെന്റ്സിന്റെ അയണൈസേഷൻ എനർജി ഹയർ ആണ്. ഇനി ഗ്രൂപ്പിൽ താഴോട്ട് പോകും തോറും ഈ എലമെന്റ്സിന്റെ അയണൈസേഷൻ എനർജിയിൽ എന്താ സംഭവിക്കുക? അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. സാധാരണ നമ്മൾ പറയാറുണ്ട് അല്ലെ, ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അപ്പൊ അയഡിൻ ആകുന്ന സമയത്ത് അയഡിന്റെ സൈസ് ബിഗർ ആണ്. സൈസ് ബിഗർ ആകുന്ന സമയത്ത് ന്യൂക്ലിയസിൽ നിന്ന് വാലൻസ് ഇലക്ട്രോണിലേക്കുള്ള അട്രാക്ഷൻ എന്തായിരിക്കും? ഭയങ്കര കുറവായിരിക്കും അല്ലെ, എത്ര അട്രാക്ഷൻ ഉണ്ടാവില്ല. സോ വാലൻസിലുള്ള ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എനർജി കൊടുത്താൽ മതി. സോ ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും അയണൈസേഷൻ എനർജിയിൽ ഒരു ഡിക്രീസിങ് ആണ് ഉണ്ടാവുക. പിന്നെ ഗ്രൂപ്പ് 16 എലമെന്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രൂപ്പ് 17 എലമെന്റ്സിന്റെ അയണൈസേഷൻ എനർജി ഹയർ ആയിരിക്കും. കാരണം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഹയർ ആണ്. മാത്രമല്ല നമുക്ക് പറയാം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ ബാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാനുള്ള ശ്രമം എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഒരു ഇലക്ട്രോണെ കിട്ടിയാലാണ് കുറച്ചും കൂടി സ്റ്റേബിൾ ആവുക അല്ലെ. നെക്സ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ് ഇത് പറയേണ്ടത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മള് ഫ്ലൂറിൻ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണ് അല്ലെ. പീരിയോഡിക് ടേബിളിൽ തന്നെ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണ് ഫ്ലൂറിൻ എന്ന് പറയുന്നത്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇവിടെ ഓർഡർ ഞാൻ എഴുതിയിട്ടുണ്ട്. ഫ്ലൂറിൻ ആണ് ഗ്രേറ്റർ, നെക്സ്റ്റ് ക്ലോറിൻ, പിന്നെ ബ്രോമിൻ, പിന്നെ അയഡിൻ. അതായത് ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റിയിൽ ഡിഫറൻസ് ആണ് വരുന്നത്. നെക്സ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ അതായത് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ റിമൂവ് ചെയ്യപ്പെടുന്ന എനർജി, ഇതിനാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. നമ്മൾ പീരിയോഡിക് പ്രോപ്പർട്ടീസ് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോർ നെഗറ്റീവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉണ്ട് എന്നാണ് മീനിങ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഹയർ എനർജി വേണം. അതായത് നമ്മൾ ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ എനർജി വേണം. മീൻസ് എനർജി റിക്വയർഡ് ടു ആഡ് എൻ ഇലക്ട്രോൺ ടു എ ഗ്യാഷ്യസ് ആറ്റം. ഒരു ഗ്യാഷ്യസ് ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി.
ഓക്കെ, അല്ലെങ്കിൽ ആ സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്ന എനർജി, ഇതിനാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയാം. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്, ക്ലോറിനാണ് ഗ്രേറ്റർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വരിക ഫ്ലൂറിനേക്കാളും. ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും എന്ത് ചെയ്യാന്ന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണെന്ന് ഞാൻ ഇന്ന ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ സമയം കളയണ്ടല്ലോ. സോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നതാണല്ലോ, അപ്പോൾ ആഡ് ചെയ്യുമ്പോഴുള്ള എനർജിയിലുള്ള ലോസ് ഓർ ഗെയിൻ അതാണ്. സോ അങ്ങനെ ആകുമ്പോൾ ക്ലോറിൻ ആണ് ഗ്രേറ്റർ വരുന്നത്. ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും എന്താണ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ബട്ട് അവിടെ ഒരു എക്സെപ്ഷൻ ഉള്ളത്, ഫ്ലൂറിൻ ആണ് ഗ്രേറ്റർ, മീൻസ് ഫ്ലൂറിനേക്കാളും ക്ലോറിൻ ആണ് ഗ്രേറ്റർ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി വരിക. ഓർഡർ നോക്ക്. സോ നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻസ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ ആ ഒരു ഓർഡർ മൈൻഡിൽ വിചാരിച്ചിട്ട് ഫ്ലൂറിനാണ് നമ്മൾ എഴുതി വെക്കും. ബട്ട് ക്ലോറിൻ ആണ് ഹയർ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി വരുന്നത്. കാരണം ഫ്ലൂറിന്റെ കേസിൽ ഫ്ലൂറിന്റെ സൈസ് കുഞ്ഞാണ്, വളരെ കുഞ്ഞാണ് അല്ലേ, കാരണം പീരിയഡിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന എലമെന്റ് ആണ്. അപ്പൊ സൈസ് വളരെ കുഞ്ഞാണ്. അപ്പൊ അതിനകത്തുള്ള ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻസ് ഭയങ്കര കൂടുതലായിരിക്കും, ഭയങ്കര ഇലക്ട്രോണിക് റിപ്പൽഷൻസ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. സോ അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഗെയിൻ എന്താൽപ്പി ഉണ്ടല്ലോ, അത് കുറച്ച് കുറവായിരിക്കും. മീൻസ് ഒരു എക്സ്ട്രാ ഇലക്ട്രോണിനെ ആഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല ഫ്ലൂറിന്. അതായത് ഫ്ലൂറിന് ആ ഒരു ഇലക്ട്രോണെ വേണ്ടെന്നാണ്, കാരണം അതിനകത്ത് തന്നെ ഓൾറെഡി റിപ്പൽഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, സൈസ് കുഞ്ഞായിട്ട് കുറേ ഇലക്ട്രോൺസ് ഒക്കെ ആയിട്ട്. ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ അതിന് വേണമെന്നില്ല, അങ്ങനെയുള്ളത്. ഒരു ഇലക്ട്രോണെ കൊടുക്കുന്ന സമയത്ത് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയിലുള്ള ആ ഒരു പ്രശ്നം, അത് ആ ഒരു ചെറിയ വ്യത്യാസമാണ് ക്ലോറിനും ഫ്ലൂറിനും തമ്മിലുള്ളത്. അപ്പം ക്ലോറിനായിരിക്കും ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ത് ചെയ്യുക കൂടുതലുണ്ടാവുക ഫ്ലൂറിനേക്കാൾ. നെക്സ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുമ്പോൾ നമുക്കറിയാം, സാധാരണ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഹൈഡ്രജൻസിന്റെ -1 ആണ് സാധാരണ പറയാറില്ല. അപ്പോൾ ഫ്ലൂറിൻ ഓൾവേസ് -1 മാത്രമേ കാണിക്കുള്ളൂ. ബാക്കിയുള്ള എലമെന്റ്സിന്റെ കേസ് അതർ ഹാലജൻസ് ഷോസ് +1, ഇത് കാണുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതർ ഹാലജൻസ് ഷോസ് +1 to +7 ആണ്. അതായത് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കും. ഇപ്പം ഫ്ലൂറിൻ -1 കാണിക്കും, ക്ലോറിൻ ഒക്കെ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. പിന്നെ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കും. ഇപ്പം അയഡിനൊക്കെ ആണെങ്കിലും പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 to +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ കാണിക്കും ബാക്കിയുള്ള മെമ്പേഴ്സ്, ഫ്ലൂറിൻ ഒഴികെയുള്ള മെമ്പേഴ്സ്. ഇപ്പൊ അയഡിന്റെ കേസ് പറയുകയാണെങ്കിൽ അയഡിന്റെ അയണൈസേഷൻ എനർജി ഭയങ്കര കുറവാണ് അല്ലെ. അപ്പൊ അയഡിന്റെ വാലൻസ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അയഡിൻ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബാക്കിയുള്ള എലമെന്റ്സ് ഫ്ലൂറിൻ ഒഴികെയുള്ള എലമെന്റ്സിന്റെയും കാണിക്കും. നെക്സ്റ്റ് നാച്ചർ ഓഫ് ബോണ്ടിങ് ബോത്ത് അയണിക് ആൻഡ് കോവാലന്റ്. അതായത് നാച്ചർ ഓഫ് ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ ഒക്കെ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്, ഗ്രൂപ്പ് 17 ഹാലജൻ ഫാമിലിയിലുള്ള മെമ്പേഴ്സ്. സോ ഇവർ ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മുടെ S ബ്ലോക്കിലുള്ള ഏതെങ്കിലും എലമെന്റ്സ് ഒക്കെ ആയിട്ടാണ് മീൻസ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ അവിടെ അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യും. ഇനി ലെസ് ഇലക്ട്രോ പോസിറ്റീവ് ആണ്, അതുപോലെ എന്താണ് നോൺ മെറ്റാലിക് ആയിട്ടുള്ള എലമെന്റ്സ്, അതായത് നമ്മൾ P ബ്ലോക്കിൽ തന്നെ ഏതൊക്കെ എലമെന്റ്സും ആയിട്ടാണ് ഈ ഫ്ലൂറിൻ അല്ലെങ്കിൽ ക്ലോറിൻ ഒക്കെ കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ഉണ്ടാകുന്നെങ്കിൽ കോവാലന്റ് ബോണ്ടിങ്ങിനാണ് സാധ്യത. അതായത് ബോത്ത് അയണിക്കും കോവാലന്റും രണ്ട് കോമ്പൗണ്ട്സും ഫോം ചെയ്യും ഹാലജൻസ്. ബട്ട് മെയിൻലി ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ആണെങ്കിൽ, അതായത് S ബ്ലോക്കും അങ്ങോട്ട് പോകുന്ന പീരിയഡിന്റെ ആ ലെഫ്റ്റ് സൈഡിലുള്ള എലമെന്റ്സ് ആണെങ്കിൽ എന്താ കാണിക്കുക, സാധാരണ പീരിയഡിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള S ബ്ലോക്ക് ഫാമിലി ആണെങ്കിൽ അയണിക് കോമ്പൗണ്ടും, പിന്നെ ഈ P ബ്ലോക്കിന്റെ ആ ഒരു ഏതെങ്കിലും എലമെന്റുമായിട്ടാണ് ഫോം ചെയ്തതെങ്കിൽ കോവാലന്റ് ബോണ്ടിങ് ആണ് ഫോം ചെയ്യുക. നെക്സ്റ്റ് ടെൻഡൻസി ടു ഫോം അയണിക് കോമ്പൗണ്ട്സ്. അയണിക് കോമ്പൗണ്ട്സ് കാണിക്കാനുള്ള ടെൻഡൻസി ഹാലജൻ ഫാമിലിയുടെ ടെൻഡൻസിയാണ് ഫ്ലൂറിൻ ഗ്രേറ്റർ, ക്ലോറിൻ ഗ്രേറ്റർ, ബ്രോമിൻ ഗ്രേറ്റർ ദാൻ അയൺ. അതായത് ഫ്ലൂറിൻ ആണ് ഗ്രേറ്റർ ടെൻഡൻസി കാണിക്കുക അയണിക് കോമ്പൗണ്ട് ഫോം ചെയ്യാൻ. കാരണം എന്താണ്, ഫ്ലൂറിൻ ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്. അപ്പോൾ ഫ്ലൂറിൻ എന്ത് ചെയ്യും, ആ ഇലക്ട്രോണിനെ മേടിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അല്ലേ, ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നതിനേക്കാളും പൂർണ്ണമായിട്ടും മീൻസ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസിനുള്ളൊരു സാധ്യതയാണ് കൂടുതലുള്ളത് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസിനേക്കാളും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയണിക് കോമ്പൗണ്ട് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ കാണിക്കുക ഫ്ലൂറിനാണ്. ഫ്ലൂറിൻ പിന്നെ ക്ലോറിൻ, പിന്നെ ആ ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും അയണിക് കോമ്പൗണ്ട് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂറിൻ ഹൈ ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ റീസൺ. കാരണം അത് ഇലക്ട്രോൺസിനെ മേടിക്കാനാണ് നോക്കുക, അതായത് ഷെയർ ചെയ്തെടുക്കാൻ നോക്കില്ല, എല്ലാത്തിനെയും കംപ്ലീറ്റ് അങ്ങനെ മേടിക്കാനാണ് നോക്കുക. നെക്സ്റ്റ് ബോണ്ട് എനർജി. ബോണ്ട് എനർജി എന്ന് പറയുമ്പോൾ അതായത് ബോണ്ട് ഡിസോസിയേഷൻ എനർജി കൂടുതലുള്ളത് ക്ലോറിനാണ്, പിന്നെ അതായത് ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതും ബോണ്ട് എനർജി കുറയുന്നത് എക്സെപ്റ്റ് ഫ്ലൂറിൻ. ഫ്ലൂറിൻ എന്ന് പറയുന്നത് ക്ലോറിനും ബ്രോമിനേക്കാളും കുറവാണ് ഫ്ലൂറിന്റെ ബോണ്ട് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അത് നേരത്തെ പറഞ്ഞ അതേ റീസൺ ആണ്. കാരണം എന്താണ്, ഗ്രേറ്റർ റിപ്പൽഷൻ ഉണ്ട് സ്മോളർ സൈസ് ആയതുകൊണ്ട്, അതാണ് ഇതിന്റെ കാരണം. ഗ്രേറ്റർ റിപ്പൽഷൻ ഉള്ളതുകൊണ്ടാണ് ഫ്ലൂറിന്
ക്ലോറിനേക്കാളും ബ്രോമിനേക്കാളും ലെസ്സർ ഡിസോസിയേഷൻ എനർജി ആയത്. ഓക്കെ, അതായത് പെട്ടെന്ന് ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ബോണ്ട് എനർജി കൂടുതലുള്ളതായിരിക്കാണ് ക്ലോറിനും ബ്രോമിനും ഒക്കെയാണ്. ഓക്കെ, സോ ബോണ്ട് എനർജി കൂടുതലുള്ളത് ക്ലോറിനും ബ്രോമിനും ആണ്. ഫ്ലൂറിൻ എന്നൊക്കെ പറയുമ്പോൾ അയഡിൻ എന്നൊക്കെ പറയുമ്പോൾ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നത് ബിഗർ സൈസ് ആണ്. അപ്പോൾ ബോണ്ട് ഡിസോസിയേഷൻ എനർജി കുറവാണ്. അതുപോലെ തന്നെ ഫ്ലൂറിൻ്റെ കേസ് ആണെങ്കിൽ സ്മോളർ സൈസ് ആണ്, ബട്ട് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എനർജി കുറവാകാനുള്ള കാരണം. നെക്സ്റ്റ് ബോണ്ട് ലെങ്ത് നമുക്ക് ഓൾറെഡി അറിയാം. അയഡിൻ്റെ അപ്പം I2 രണ്ട് അയഡിൻ്റെ കമ്പയർ ചെയ്തിട്ടുള്ള മോളിക്യൂളിനായിരിക്കും ബോണ്ട് ലെങ്ത് കൂടുതലുണ്ടാവുക. എന്തുകൊണ്ടാണ്? കാരണം ബിഗർ സൈസ് ആണ്. രണ്ട് ബിഗർ സൈസുള്ള അയഡിൻ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ബോണ്ട് ലെങ്ത് നമ്മൾ നോക്കുമ്പോൾ ബിഗർ ബോണ്ട് ലെങ്ത് കിട്ടൂലേ, അത്രയേ ഉള്ളൂ. ഫ്ലൂറിൻ ലെസ്സർ ബോണ്ട് ലെങ്ത് ആണ്, കാരണം സ്മോളർ കുഞ്ഞു സൈസാണ് ഫ്ലൂറിൻ്റെ. നെക്സ്റ്റ് മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡറും ബോണ്ട് ലെങ്ത്തിന്റെ സെയിം ഓർഡറാണ്. അതായത് മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റൊക്കെ കൂടുതലുള്ളത് അയഡിൻ്റെ കേസിലാണ്. അയഡിനാണ് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റൊക്കെ കൂടുതലുള്ളത്. നെക്സ്റ്റ് സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടറിൽ സൊല്യൂബിലിറ്റി കൂടുതലുള്ളത് ഫ്ലൂറിനാണ്. അതായത് ഞാൻ പറഞ്ഞു ഫ്ലൂറിൻ മോർ ആക്റ്റീവ് ആണ് അല്ലേ, കുറച്ചുകൂടി റിയാക്റ്റീവ് ആണ് നമുക്ക് പറയാം. സോ അതുകൊണ്ട് തന്നെ ഫ്ലൂറിനായിരിക്കും പെട്ടെന്ന് വാട്ടറിൽ സൊല്യൂബിൾ ആവുക, ഈസിലി ഹൈഡ്രോളൈസ് ചെയ്യാനൊക്കെ പറ്റുമോ ഫ്ലൂറിനെയാണ്. സോ ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ക്ലോറിൻ ഗ്രേറ്റർ ദാൻ ബ്രോമിൻ ഗ്രേറ്റർ ദാൻ അയഡിൻ, അതാണ് സൊല്യൂബിലിറ്റി ഇൻ വാട്ടറിൻ്റെ ഓർഡർ. ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് വലുതാക്കുന്നില്ല, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം ബോർഡിൽ എഴുതിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക ചെയ്യുന്നത്. പോയിന്റ്സ് ഒന്നും മിസ്സാവാനും പാടില്ല. മീൻസ് നമുക്ക് എന്തായാലും ക്ലാസ് വളരെ കുഞ്ഞായിരിക്കണം അല്ലേ. മീൻസ് നോട്ട്സൊക്കെ ഈ ബ്ലോക്കിൻ്റെയും എസ് ബ്ലോക്കിൻ്റെയൊക്കെ നോട്ട്സ്, പീരിയോഡിക് ടേബിളിൻ്റെയൊക്കെ നോട്ട്സ് വളരെ കുഞ്ഞാക്കി എഴുതിയാൽ മതി. മീൻസ് ഓർഡർ മാത്രം, ബാക്കി കാര്യങ്ങൾ നമുക്ക് മൈൻഡിലുണ്ടായാൽ മതി. റീസൺസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. ഇപ്പം ഫ്ലൂറിൻ്റെ കേസിൽ തന്നെ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻസ് ഉള്ളതുകൊണ്ടാണ് ചില സ്ഥലത്ത് എന്ത് ചെയ്യുന്നത് ഫ്ലൂറിൻ മാത്രം ആ ഒരു ട്രെൻഡ് കീപ്പ് ചെയ്യാത്തത്. ഓക്കെ, അങ്ങനെയുള്ള ചില റീസൺസ് നമ്മൾ മൈൻഡിൽ വെച്ചിട്ട് ഓർഡർ മാത്രം എന്ത് ചെയ്ത് ഒന്നിച്ച് എഴുതിയിട്ട് പഠിച്ചാൽ മതി. എന്തെങ്കിലും റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ ഇപ്പം ബോണ്ട് ലെങ്ത്തിൻ്റെയും മെൽറ്റിംഗ് പോയിന്റിൻ്റെ ഒക്കെ ഓർഡർ സെയിം ആണ്, സൊല്യൂബിലിറ്റിൻ്റെ ഓർഡറും അതുപോലെ അങ്ങനെ ഓരോന്നിൻ്റെ ഓർഡർ എന്ത് ചെയ്യുക കുറച്ചെണ്ണത്തിൽ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. നെക്സ്റ്റ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രേറ്റ് ചെയ്യാം. ഇപ്പം അയോൺസിൻ്റെ സൈസ് കുറവാണെങ്കിൽ ഹൈഡ്രേഷൻ കൂടുതലായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ഒരുപാട് വാട്ടർ മോളിക്യൂൾസിന് ചുറ്റുമ്പോൾ നിൽക്കാൻ പറ്റും. അപ്പോൾ ഫ്ലൂറിൻ്റെ സൈസ് തന്നെയാണ്, ഫ്ലൂറൈഡ് അയോണിൻ്റെ സൈസ് തന്നെയാണ് കുറവ് ക്ലോറൈഡിനെയും അയഡൈഡിനെയൊക്കെ ബ്രോമൈഡിനെയൊക്കെ അപേക്ഷിച്ചിട്ട്. അതുകൊണ്ടാണ് ഫ്ലൂറൈഡ് അയോണിന് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടുതലാണെന്ന് പറഞ്ഞത്. നെക്സ്റ്റ് റിയാക്ടിവിറ്റി, അത് ഓൾറെഡി പറഞ്ഞു, ഹൈലി റിയാക്റ്റീവ് ഫ്ലൂറിൻ തന്നെയാണ്. റിയാക്ടിവിറ്റി ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും എന്ത് ചെയ്യാന്ന് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഹൈലി റിയാക്റ്റീവ് ആരാണ്? ഫ്ലൂറിൻ ആണ്. സോ ഓർഡർ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓക്സിഡൈസിങ് പവർ എന്ന് പറയുമ്പോൾ ഫ്ലൂറിൻ ആണ് ഹൈലി ഓക്സിഡൈസിങ് ആയിട്ട് വരുന്നത്, കാരണം ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ്, സ്മോളർ സൈസ് ആണ്. ഇതൊക്കെ അങ്ങനെയുള്ള ചില സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫ്ലൂറിൻ ആണ് ഹൈലി ഓക്സിഡൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈലി ഓക്സിഡൈസിങ് പവർ ഉള്ളത് ഫ്ലൂറിൻ. പിന്നെ ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും ഈ ഓക്സിഡൈസിങ് പവർ എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇതാണ് നോട്ട്സ്. ഇതിൽ എക്സ്പ്ലനേഷൻസ് മാത്രം കേട്ടിട്ട് ഈ നോട്ട്സ് സിമ്പിളായിട്ട് എഴുതിയെടുക്കുകയാണ് വേണ്ടത്. ഈ നോട്ട്സ് ഒന്ന് പോസ് ചെയ്തിട്ട് കാണുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഭാഗത്തൊരു ക്ലിയർ ഉണ്ടാവില്ല. ഇത് ഫ്ലൂറൈഡ് അയോണാണ് F-, ഇത് Cl-, ഗ്രേറ്റർ ദാൻ Br-, ഗ്രേറ്റർ ദാൻ അയഡിൻ മൈനസ്. ഓക്കെ, അയഡൈഡ് അയോൺ. ഇതാണ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ്റെ ഓർഡർ വരുന്നത്. നെക്സ്റ്റ് റിയാക്ടിവിറ്റിൻ്റെ ഓർഡർ വരുന്നത് ഫ്ലൂറിൻ ആണ് റിയാക്റ്റീവ് ദാൻ ക്ലോറിൻ ദാൻ ബ്രോമിൻ ദാൻ അയഡിൻ. അയഡിനാണ് ലെസ് റിയാക്റ്റീവ് എന്ന് പറയുന്നത്. ലെസ് റിയാക്റ്റീവ്. ഓക്സിഡൈസിങ് പവർ ഫ്ലൂറിനാണ് കൂടുതലുള്ളത്, പിന്നെ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഈ കുറച്ച് കാര്യങ്ങളും കൂടി ഹാലജൻ ഫാമിലിയിൽ പറയാനുണ്ട്. നെക്സ്റ്റ് ഹാലൈഡ്സ്. അതായത് ഈ ഹാലജൻസ് ഏതെങ്കിലും മെറ്റലായിട്ട് ഫോം ചെയ്യുന്ന ഹാലൈഡ്സ് ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ ഹാലൈഡ്സ് ഓഫ് മെറ്റൽസും ഉണ്ട്, ഹാലൈഡ്സ് ഓഫ് നോൺ മെറ്റൽസും ഉണ്ട്. ഇപ്പോൾ ഹാലൈഡ്സ് ഓഫ് മെറ്റൽസ് എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ നമ്മുടെ ഹൈ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും മെറ്റൽസ്, എസ് ബ്ലോക്ക് എലമെന്റ്സിലുള്ള ഏതെങ്കിലും മെറ്റൽ എന്ന് വിചാരിക്കാം. നമുക്ക് മെയിനായിട്ട് സാധാരണ ഹാലൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്? അയണിക്കാണ് ഫോം ചെയ്യുക. ഇപ്പം സോഡിയം ക്ലോറൈഡ് നമുക്ക് സോഡിയം ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് മെറ്റലാണ്. അത് ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സോഡിയം ക്ലോറൈഡ് അയണിക് കോമ്പൗണ്ടാണ് ഫോം ചെയ്യുന്നത്. സോ അയണിക് ക്യാരക്ടർ അതുപോലെ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഡിക്രീസ് ചെയ്യുന്ന ഓർഡറാണ് തന്നിട്ടുള്ളത്. അതായത് മെറ്റൽ ഫ്ലൂറൈഡ് ആണ്
എന്ത് ഹൈലി അയണിക് ആയിരിക്കുക, അതുപോലെ എന്താണ് ഹൈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റിലും ഉണ്ടാവുക. അതിൻ്റെ കാരണം ഫ്ലൂറിൻ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ്. നേരത്തെ പറഞ്ഞു ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസിന് മീൻസ് ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ തന്നെ ആയിരിക്കും, ഇലക്ട്രോൺസിനെ കംപ്ലീറ്റ് ആയിട്ട് മേടിക്കും, ഷെയർ ചെയ്യാൻ നിൽക്കില്ല. ഓക്കെ. സോ പിന്നെ മെറ്റൽ ക്ലോറൈഡ്സ്, പിന്നെ ബ്രോമൈഡ്സ് ആഡ് ചെയ്ത്. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടുതലുണ്ടാവുക ഫ്ലൂറൈഡ്സിനാണ്. പിന്നെ ഹാലൈഡ്സ് ഓഫ് നോൺ മെറ്റൽസ്. ഇപ്പം നോൺ മെറ്റൽസിൻ്റെ ഹാലൈഡ്സ് ആണെങ്കിൽ അതിൻ്റെ ഓർഡർ മീൻസ് കോവാലന്റ് ക്യാരക്ടർ ആയിരിക്കും ഉണ്ടാവുക, കോവാലന്റ് ക്യാരക്ടറാണ് കൂടുതലുണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞു നോൺ മെറ്റലുമായിട്ടാണ് ഹാലജൻസ് കോമ്പൗണ്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ കോവാലന്റ് ക്യാരക്ടറാണ് ഉണ്ടാവുക. സോ ഇതാണ് ഇതിൻ്റെ ഓർഡർ. മെറ്റൽ ഫ്ലോറൈഡ് ഗ്രേറ്റർ ദാൻ മെറ്റൽ ക്ലോറൈഡ്, ഇതാണ് ഇതിൻ്റെ ഓർഡർ വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഹൈഡ്രജൻ ഹാലൈഡ്സ്. ഹൈഡ്രജൻ ഹാലൈഡ്സ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ HF, HCl അതുപോലത്തതൊക്കെ. സോ അതിൻ്റെ ബോയിലിംഗ് പോയിന്റിൻ്റെ ഓർഡർ ഇതാണ്. അതായത് HF ആണ് ഗ്രേറ്റർ ബോയിലിംഗ് പോയിന്റ് വരിക. അപ്പോൾ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ആണ് ഗ്രേറ്റർ ദാൻ ഹൈഡ്രജൻ ക്ലോറൈഡ്. ഹൈഡ്രജൻ അയഡൈഡ് ആൻഡ് മീൻസ് ഈ ഒരു ഓർഡർ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ഹൈഡ്രജൻ അയഡൈഡ് ആണ്, ഗ്രേറ്റർ ദാൻ ഹൈഡ്രജൻ ബ്രോമൈഡ്, ഗ്രേറ്റർ ദാൻ HCl. അതായത് ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും എന്ത് ചെയ്യാണ് ബോയിലിംഗ് പോയിന്റ് കൂടുകയാണ് ചെയ്യുക. ബട്ട് ഹൈഡ്രജൻ ഫ്ലൂറൈഡിന് അബ്നോർമലി ഹൈ ബോയിലിംഗ് പോയിന്റ് ആണ്. ഇതിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ വരണ്ടേ അല്ലേ. നല്ല ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും ഹൈഡ്രജൻ ഹാലൈഡ്സിൻ്റെ എന്താണ് ബോയിലിംഗ് പോയിന്റ് കൂടുന്നു നമുക്ക് പറയാൻ പറ്റുക. പക്ഷേ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എക്സെപ്ഷൻ ഉണ്ട്. ഹൈഡ്രജൻ ഫ്ലൂറൈഡിൻ്റെത് ഗ്രേറ്റർ ആയിട്ട് വരും, കാരണം അതിൻ്റെ ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഒക്കെ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുപോലെ ഹൈഡ്രജൻ ഫ്ലൂറൈഡിൽ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനുള്ള സാധ്യതയുണ്ട്. ഹൈ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിൻ ആണ്, അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനുള്ള ഒരു സാധ്യത കൂടെ അവിടെ ഉണ്ട്. സോ അതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ ഹൈഡ്രജൻ ഫ്ലൂറൈഡിനാണ്. അപ്പോൾ ഈ ഓർഡറിൽ ശ്രദ്ധിക്കാനുള്ളത് തൊട്ട് താഴെ നിൽക്കുന്നത് ആരാണ്, ഹൈഡ്രജൻ അയഡൈഡ് ആണ്. അപ്പോൾ ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും ബോയിലിംഗ് പോയിന്റ് കൂടുക ചെയ്യുന്നത് ഹൈഡ്രജൻ ഹാലൈഡ്സിൻ്റെ കേസിൽ. എക്സെപ്ഷൻ ഉള്ളത് ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ഫ്ലൂറൈഡിനാണ്, കാരണം അതിനകത്ത് ഹൈഡ്രജൻ ബോണ്ടിങ്ങും ആ സ്ട്രെങ്ത്തും ഒക്കെ വരുന്നുണ്ടാണ്. നെക്സ്റ്റ് തെർമൽ സ്റ്റെബിലിറ്റി കൂടുതലുള്ളത് ഹൈഡ്രജൻ ഫ്ലൂറൈഡിനാണ്. ഓക്കെ. ദെൻ ഹൈഡ്രജൻ ക്ലോറൈഡ്, ബ്രോമൈഡ്. അതായത് ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും തെർമൽ സ്റ്റെബിലിറ്റി കുറയും, കാരണം ആ ഹാലജൻസിന്റെ സൈസ് കൂടുന്നതുകൊണ്ടാണ്. നെക്സ്റ്റ് ആസിഡ് സ്ട്രെങ്ത്. ആസിഡ് സ്ട്രെങ്ത് കൂടുതലുള്ളത് ഹൈഡ്രജൻ അയഡൈഡിനാണ്. നമുക്കറിയാം ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും ആസിഡ് സ്ട്രെങ്ത് കൂടുന്നത് ഹൈഡ്രജൻ ഹാലൈഡ്സിന്റെ കേസിൽ ആസിഡ് സ്ട്രെങ്ത് കൂടുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ HCl അല്ല ഏറ്റവും സ്ട്രെങ്ത് വരുന്നത്, മീൻസ് ഹൈഡ്രജൻ ഹാലൈഡ്സിന്റെ കേസിൽ സ്ട്രെങ്ത് വരുന്നത് ആരാണ്, ഹൈഡ്രജൻ അയഡൈഡാണ്. HI ആസിഡാണ് സ്ട്രെങ്ത് കൂടുതലുള്ളത്. കാരണം എന്താണ്, കാരണം HI ബോണ്ട് അത്രയും വീക്കാണ് അല്ലേ, കാരണം അയൺ ബിഗർ സൈസ് ആണ്. HI ബോണ്ട് അത്രയും വീക്ക് ആയതുകൊണ്ട് ഹൈഡ്രജന് പെട്ടെന്ന് ലിബറേറ്റ് ചെയ്യാൻ പറ്റും, H+ അയൺസിന് പെട്ടെന്ന് ലിബറേറ്റ് ചെയ്യാൻ പറ്റും. സോ ആസിഡ് സ്ട്രെങ്ത് കൂടുതലുണ്ടാവുക HIക്കാണ്. ഇത്രയും കാര്യങ്ങളാണ് ഹാലൈഡ്സിൻ്റെ കേസിൽ പറയാനുള്ളത്. സിമ്പിളായിട്ടുള്ള കുറച്ച് ഓർഡർ മാത്രം പഠിച്ചു വെച്ചാൽ മതി. പിന്നെ ഓക്സൈഡ്സ് ജനറലി അങ്ങനെ ഓക്സൈഡ്സ് ഫോം ചെയ്യില്ല. സാധാരണ നമ്മൾ കണ്ടുവരാനുള്ള കുറച്ച് ഓക്സൈഡ്സ് ആണ് ഇപ്പം Cl2, ClO2, Cl2O6, Cl2O7 ഒക്കെ. അപ്പോൾ അതിൻ്റെ ഓക്സിഡൈസിങ് പവറിൻ്റെ ഓർഡറാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. Cl2O ഗ്രേറ്റർ ദാൻ ClO2, ഗ്രേറ്റർ ദാൻ Cl2O6, ഗ്രേറ്റർ ദാൻ Cl2O7. ഇത് ഓക്സിഡൈസിങ് പവറിൻ്റെ ഓർഡറാണ്. നെക്സ്റ്റ് സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതിൻ്റെ സ്റ്റെബിലിറ്റി. അതായത് സ്റ്റെബിലിറ്റി കൂടുതലുള്ളത് Cl2O7 ആണ്. പിന്നെ ഓക്സോ ആസിഡ്സ്. അപ്പോൾ ഓക്സോ ആസിഡ്സ് നമ്മൾ കുറേ കേട്ടിട്ടുണ്ടല്ലേ. ഇപ്പം HClO4 ആണ് സ്ട്രെങ്ത്തിൽ കൂടുതൽ, മീൻസ് ഓക്സിഡേഷൻ നമ്പർ, ഇപ്പം ഹാലജൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ട് ഓക്സോ ആസിഡ്സിൻ്റെ സ്ട്രെങ്ത്തും കൂടുന്നതാണ് പറയുന്നത്. അതുപോലെ ഓക്സിജൻ്റെ എണ്ണവും കൂടുന്നതിനനുസരിച്ച് നമുക്ക് പറയാം. അപ്പം ഹാലജൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഓക്സിജൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ ഓക്സോ ആസിഡ്സിൻ്റെ സ്ട്രെങ്ത് കൂടും. സോ കൂടുതലായിരിക്കാണ് HClO4 ആസിഡ് സ്ട്രെങ്ത് കൂടുതലുള്ളത്. നെക്സ്റ്റ് ഓക്സിഡൈസിങ് പവർ കൂടുതലുള്ളത് HClO ഗ്രേറ്റർ ദാൻ HClO2, ഗ്രേറ്റർ ദാൻ HClO3, ഗ്രേറ്റർ ദാൻ HClO4. സോ ഓക്സിഡൈസിങ് പവർ കൂടുതലുള്ളത് HClO ആണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഓക്സൈഡ്സും ഓക്സോ ആസിഡ്സും കൂടി ഇതിൻ്റെ കൂടെ മെൻഷൻ ചെയ്തതെന്നുള്ളൂ. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഒന്നും അങ്ങനെ സിലബസിനകത്ത് ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പം പിന്നെ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. അതായത് ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടാണ്. ഓക്കെ. അതുപോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് കോമ്പൗണ്ട്സ്. ഇപ്പോൾ ഹാലജൻസിൻ്റെ എത്രയോ കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് കോമ്പൗണ്ട്സ് വരും അല്ലേ.
അപ്പോൾ അങ്ങനെ അത് എടുത്ത് സിലബസിൽ ചോദിക്കാത്തതുകൊണ്ട് ഓരോ കോമ്പൗണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗ്രൂപ്പ് 17 എലമെൻറ്റ്സ് ഇവിടെ തീർന്നു. മീൻസ് ജസ്റ്റ് അതിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, പിന്നെ ആസിഡ് സ്ട്രെങ്ത്, ഓക്സിഡൈസിങ് പവർ, അതുപോലുള്ള ഓർഡർ, ഹാലൈഡ്സ്, ഓക്സോ ആസിഡ്സ്, അതുപോലുള്ള ഓർഡേഴ്സ് ഒന്ന് നോക്കി പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് ഗ്രൂപ്പ് 18 എലമെൻറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. ഗ്രൂപ്പ് 18 നോബൽ ഗ്യാസസ്. നോബൽ ഗ്യാസസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്ന് പറയും. കാരണം അത് കെമിക്കലി ഇനേർട്ട് ആണ്. കാരണം എന്താണ്, ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എലമെന്റ്സ് ആണ് വരുന്നത്. ഓൾറെഡി നമുക്കറിയാം. അതാണ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ ആൻഡ് റാഡോൺ. ഈ എലമെന്റ്സ് ഒക്കെയും നോബൽ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്ന് പറയും. അത് കെമിക്കലി ഇനേർട്ട് ആണ്, സോ അതിനെ ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയും. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം. വാലൻസ് ഷെല്ലിൽ NS2 NP6, അതായത് ടോട്ടൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇത് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാനോ ഉള്ള ഒരു ടെൻഡൻസി കാണിക്കില്ല. മിക്കവാറും എന്താണ്, ഒക്റ്ററ്റ് ആ കോൺഫിഗറേഷനിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനാണ് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും മോണോ ആറ്റോമിക് ഗ്യാസസ് ആയിരിക്കും. ഇത് ഡയാറ്റോമിക് ഗ്യാസസ് ഫോം ചെയ്യില്ല. കാരണം ഇതിൽ ഇലക്ട്രോൺസിന്റെ ഷെയറിങ്ങോ ട്രാൻസ്ഫറോ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് ഇത് ഓൾറെഡി ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആയി സ്റ്റേബിൾ ആയിട്ടാണുള്ളത്. സോ ഇത് മോണോ ആറ്റോമിക് ഗ്യാസസ് ആയിട്ട് തന്നെയാണ് നിൽക്കുക. സോ മോണോ ആറ്റോമിക് ആണ്, ഇനേർട്ട് ഗ്യാസ് ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എഴുതിയിട്ടുള്ളത്. സൈസ് ഇൻക്രീസസ് മൂവിങ് ഡൗൺ. ഗ്രൂപ്പിൽ താഴോട്ട് പോകും തോറും സൈസ് ഇൻക്രീസ് ചെയ്യും. സാധാരണ നമ്മൾ പറയാറുള്ള പോലെ തന്നെയാണ്. അതായത് ഷെല്ലിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സൈസ് കൂടും. സോ ഹീലിയം, നിയോൺ, ക്രിപ്റ്റോൺ, സെനോൺ, റാഡോൺ എന്ന് പറയുമ്പോഴേക്കും സൈസ് കൂടി കൂടി വരും ഗ്രൂപ്പിൽ താഴോട്ട് പോകും തോറും. നെക്സ്റ്റ് അയണൈസേഷൻ എനർജി ആണ് പറയുന്നത്. അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് ഹയർ ആണ്. കാരണം ബാക്കിയുള്ള ഇപ്പോൾ ഒരു പീരീഡിലുള്ള ബാക്കിയുള്ള എല്ലാ എലമെന്റ്സിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഇനേർട്ട് ഗ്യാസിന്റെ അയണൈസേഷൻ എനർജി വെരി ഹൈ ആണ്. ബിക്കോസ് അതിനകത്ത് നിന്ന് ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും. കാരണം അത് ഓൾറെഡി ഒക്റ്ററ്റ് കോൺഫിഗറേഷനിൽ സ്റ്റേബിൾ ആയിട്ടാണ് ഉള്ളത്. സോ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് എനർജി കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഹയർ അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞത്. പിന്നെ ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യും. അതായത് ഹീലിയത്തിനാണ് ഗ്രേറ്റർ അയണൈസേഷൻ എനർജി വരിക. നമ്മൾ ഓൾറെഡി പറയുന്ന ട്രെൻഡ് തന്നെയാണ്. പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും അയണൈസേഷൻ എനർജി എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യും അല്ലെ. സൈസ് കൂടുന്നതിനനുസരിച്ച് ഒരു അട്രാക്ഷൻ കുറയും. സോ പെട്ടെന്ന് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. സോ ഹീലിയം ഗ്രേറ്റർ ദാൻ നിയോൺ, ഗ്രേറ്റർ ദാൻ ആർഗൺ, ഗ്രേറ്റർ ദാൻ ക്രിപ്റ്റോൺ, ഗ്രേറ്റർ ദാൻ xenon ആൻഡ് ഗ്രേറ്റർ ദാൻ റാഡോൺ. നെക്സ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോണിനെ എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ, ഒരു ഇലക്ട്രോണിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ മീൻസ് റിലീസ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ആഡ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഒന്നുകിൽ നമ്മൾ കൊടുക്കുന്ന എനർജി അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യുന്ന എനർജി. ഒരു ഇലക്ട്രോണിനെ നമ്മൾ മീൻസ് ഒരു ആറ്റം, ഒരു ഗ്യാഷ്യസ് ആറ്റം ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ റിമൂവ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ആഡ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന, അബ്സോർബ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ മുന്നേ വർക്കുള്ളതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. സോ പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും പറയുന്നുണ്ട്. അപ്പോൾ അഡീഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ മോണോ എനർജി കൊടുത്തിട്ടാണ് നമ്മളൊരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിനെ നമ്മൾ പറയാം. അതായത് ഇപ്പോൾ ഹീലിയം, നിയോണിന്റെ കേസിൽ വാലൻസ് ഷെല്ലിൽ ഓൾറെഡി 8 ഇലക്ട്രോൺ ഉണ്ട്. നമ്മൾ ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ആ ഇലക്ട്രോണിന് ആവശ്യമില്ല അല്ലേ, ഓൾറെഡി സ്റ്റേബിൾ കോൺഫിഗറേഷനുള്ളത്. അപ്പോൾ ഒരു ഇലക്ട്രോൺ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ എക്സ്ട്രാ എനർജി കൊടുക്കേണ്ടി വരും. സോ എമൗണ്ട് ഓഫ് എനർജി നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ് കാണിക്കുക. പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇത് ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും ഇത് ലെസ് പോസിറ്റീവായിട്ട് മാറും. അതായത് ഹീലിയത്തിനായിരിക്കും ഗ്രേറ്റർ പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വരിക. പിന്നെ ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും ഇത് ലെസ് പോസിറ്റീവായിട്ട് മാറും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു ഇലക്ട്രോണിൻ്റെ ആവശ്യമില്ല. മീൻസ് ഓൾറെഡി സ്റ്റേബിൾ ആയിട്ടാണുള്ളത്. അപ്പോൾ നമ്മളൊരു ഇലക്ട്രോൺ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ എനർജി ആഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കാണിക്കുന്നതെന്ന് പറഞ്ഞത്. മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. മെൽറ്റിംഗും ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡറാണ് കൊണ്ടുള്ളത്. ഹീലിയം, നിയോൺ, ഹീലിയം ലെസ് ദാൻ നിയോൺ, ലെസ് ദാൻ ആർഗൺ, ലെസ് ദാൻ ക്രിപ്റ്റോൺ, ലെസ് ദാൻ xenon, ലെസ് ദാൻ റാഡോൺ. അതായത് ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഇൻക്രീസിങ് ആണ്. അതിനാണ് അതിന്റെ ഓർഡർ. മിക്കവാറും ഈ നോബൽ ഗ്യാസസിന്റെ ഓർഡേഴ്സ് ഒക്കെ നമ്മൾ പറയുന്ന സമയത്ത്
എല്ലാ അധിക ഓർഡറും ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും ഇൻക്രീസിങ് ആയിട്ടുള്ള ഓർഡറാണ്. നെക്സ്റ്റ് ഓർഡർ നോക്കിക്കോ, ഈസ് ഓഫ് ലിക്വിഫാക്ഷൻ. നമുക്ക് പെട്ടെന്ന് ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്നത്, പെട്ടെന്ന് ലിക്വിഫൈ ഓൾറെഡി നമുക്ക് പെട്ടെന്നൊന്നും നമ്മൾ ഇനർട്ട് ഗ്യാസ് ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഈസിലി ലിക്വിഫൈയിങ് ആയിട്ട് ഇപ്പോൾ ഹീലിയത്തിനേക്കാളും നിയോൺ ഈസിലി ലിക്വിഫൈയിങ് ആണ്. ലെസ് ദാൻ ആർഗൺ, ലെസ് ദാൻ ക്രിപ്റ്റോൺ, ലെസ് ദാൻ സെനോൺ. അതായത് ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതിനനുസരിച്ച് ഈസ് ഓഫ് ലിക്വിഫാക്ഷൻ ഇൻക്രീസ് ചെയ്യും. പെട്ടെന്ന് ലിക്വിഫൈ ചെയ്യാൻ പറ്റുക ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതിനനുസരിച്ചാണ് പെട്ടെന്ന് ലിക്വിഫൈ ചെയ്യാൻ കഴിയുക. ഓക്കെ, സോ സിനോണിന് റാഡോൺ നമുക്ക് നോക്കേണ്ടത് റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ സിനോൺ അതുപോലെ ക്രിപ്റ്റോൺ ഒക്കെ വരുന്ന സമയത്ത് മിക്കവാറും എന്താണ് ഈസിലി ലിക്വിഫയബിൾ ആണ്, ഈസിലി ലിക്വിഫയബിൾ ആണ്. നെക്സ്റ്റ് സൊല്യൂബിലിറ്റി. സൊല്യൂബിലിറ്റി ഇൻ വാട്ടർ. വാട്ടറിൽ സാധാരണ സ്പാരഞ്ചലി സൊല്യൂബിൾ ആണ് ഇനർട്ട് ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറും ഈ സൊല്യൂബിലിറ്റി ഇൻ വാട്ടർ ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മിക്കവാറും നോബൽ ഗ്യാസസിന്റെ ഓർഡറൊക്കെയും ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ ഇൻക്രീസിങ് ആണ്. ഇപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ആണെങ്കിലും ലിക്വിഫാക്ഷൻ ആണെങ്കിലും സൊല്യൂബിലിറ്റി ആണെങ്കിലും. നെക്സ്റ്റ് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഇപ്പോൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ എടുക്കുകയാണ്. അപ്പോൾ ആക്ടിവേറ്റഡ് ചാർക്കോളിനകത്ത് സാധാരണ ഇനർട്ട് ഗ്യാസസ് അഡ്സോർബ് ചെയ്ത് നിൽക്കും അല്ലേ, സാധാരണ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അഡ്സോർപ്ഷൻ്റെ ഓർഡർ എങ്ങനെയാണ് വരിക? ഈസിലി അതായത് അഡ്സോർബിലിറ്റി കൂടുതലുള്ളത് ഹീലിയം ടു സെനോൺ റാഡോൺ പോകുന്നതിനനുസരിച്ച് അഡ്സോർപ്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറും അഡ്സോർബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈസിലി അഡ്സോർബ് ചെയ്യാൻ പറ്റുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതിനനുസരിച്ചാണ് കൂടുന്നത്. അപ്പോൾ സെനോണൊക്കെയാണ് പെട്ടെന്ന് ആക്ടിവേറ്റഡ് ചാർക്കോളിൽ പോയിട്ട് അഡ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, സോ നമ്മൾ ഇതുവരെ വേറൊരു ഗ്രൂപ്പിൽ പറഞ്ഞിരിക്കാത്ത കാര്യങ്ങളാണ്. എന്താണ് ഇപ്പോൾ അഡ്സോർപ്ഷൻ ആണെങ്കിലും പിന്നെ ലിക്വിഫാക്ഷൻ ആണെങ്കിലൊക്കെ നമ്മൾ ഇനർട്ട് ഗ്യാസസിന്റെ കേസിൽ എക്സ്ട്രാ പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ പോളറൈസബിലിറ്റിയും ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതിനനുസരിച്ച് പോളറൈസബിലിറ്റി കൂടും. കാരണം സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. സൈസ് കൂടുന്നതിനനുസരിച്ച് ലെസ് ടൈറ്റ് ആയിട്ടാണ് ഇലക്ട്രോൺസ് ബൗണ്ട് ചെയ്തിട്ടുണ്ടാവുക. അതായത് സൈസ് കുറയുമ്പോൾ ടൈറ്റ്ലി ബൗണ്ടഡ് ആയിരിക്കും. സൈസ് കുറയുന്നതിനനുസരിച്ചിട്ട് സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ലെസ് ടൈറ്റ്ലി ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ ഈസിലി നമുക്ക് ഇത് ചെയ്യാൻ പോളറൈസ് ചെയ്തെടുക്കാൻ പറ്റും. സോ പോളറൈസബിലിറ്റി കൂടുതൽ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതിനനുസരിച്ചാണ് പോളറൈസബിലിറ്റി കൂടുന്നത്. സോ സൊല്യൂബിലിറ്റി, അഡ്സോർപ്ഷൻ, പോളറൈസബിലിറ്റി ആൻഡ് ഈസ് ഓഫ് ലിക്വിഫാക്ഷൻ, മെൽറ്റിംഗ് പോയിന്റ്, ഇതിൻ്റെയൊക്കെയും ഓർഡർ ഒരേ ഓർഡറാണ്. ഒന്നിച്ചങ്ങ് പഠിച്ചാൽ മതി. നെക്സ്റ്റ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഈസിലി ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർഡറാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഹീലിയാണ് ഗ്രേറ്റർ. ഇതുവരെ പറഞ്ഞ ഓർഡറിന് ഡിഫറെൻ്റ് ആണ് ഡിഫ്യൂഷൻ്റെ ഓർഡർ. കാരണം എന്തായിരിക്കും? കാരണം സൈസ് കുറവാണ് ഹീലിയത്തിൻ്റെ നിയോണിൻ്റെ ഒക്കെ. ഇപ്പം ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതിനനുസരിച്ച് സൈസ് കൂടും. സൈസ് കൂടുമ്പോൾ ഡിഫ്യൂഷൻ്റെ റേറ്റ് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, മീൻസ് കുഞ്ഞ് സൈസ് ആകുമ്പോഴാണ് ഈസിലി ഡിഫ്യൂസിങ് ആയിട്ട് വരുന്നത്. സോ ഹീലിയം ഗ്രേറ്റർ ദാൻ നിയോൺ ഗ്രേറ്റർ, അങ്ങനെയാണ് ഓർഡർ വരുന്നത്. അപ്പോൾ ഹീലിയം ആണ് ഈസിലി ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഇനർട്ട് ഗ്യാസ്. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇലക്ട്രിക്കലി കണ്ടക്റ്റിംഗ് ആണ്. ഇനർട്ട് ഗ്യാസസ് ഒക്കെയും ഇലക്ട്രിക്കലി കണ്ടക്റ്റിംഗ് ആണ്. നമുക്കറിയാം ഇലക്ട്രിക് ഡിസ്ചാർജ് ട്യൂബൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് കളേർഡ് ലൈറ്റ് ഒക്കെ കാണിക്കും. നമ്മൾ ഹീലിയം, നിയോൺ അതിൻ്റെയൊക്കെ ലാമ്പൊക്കെ കണ്ടിട്ടുണ്ട്. ഹീലിയം ലാമ്പ്, നിയോൺ ലാമ്പൊക്കെ പറഞ്ഞിട്ട് മീൻസ് സെപ്പറേറ്റ് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയും കളറായിട്ടുള്ള ഗ്യാസസ് കാണിക്കും. ബിക്കോസ് ആ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടായത് കൊണ്ട് തന്നെ ആ ഡിസ്ചാർജ് ലാമ്പിലൂടെ അത് പാസ് ചെയ്യുന്ന സമയത്ത് കളേർഡ് ആയിട്ടുള്ള ലൈറ്റ്സ് നമുക്ക് കിട്ടും. തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും ഡിക്രീസിങ് ആണ്. അതായത് ഹീലിയാണ് ഹൈലി തെർമലി കണ്ടക്റ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലുള്ളത് ഹീലിയത്തിനാണ്. ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതിനനുസരിച്ച് തെർമൽ കണ്ടക്ടിവിറ്റി കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹീലിയം ഗ്രേറ്റർ ദാൻ നിയോൺ, ഗ്രേറ്റർ ദാൻ ആർഗൺ, ഗ്രേറ്റർ ദാൻ ക്രിപ്റ്റോൺ, ഗ്രേറ്റർ ദാൻ സെനോൺ. ഓക്കെ, സോ ഏറ്റവും കൂടുതലുള്ളത് ഹീലിയത്തിനാണ്. നെക്സ്റ്റ് ഇത് സീറോ വാലന്റ് എലമെന്റ്സ് ആണ്. 3 പോയിന്റ്സ് മാത്രമേ ഇതിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളൂ. ഒന്ന് സീറോ വാലന്റ് എലമെന്റ് ആണ്. കാരണം എന്താണ്? വാലൻസി സീറോ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലേ. കാരണം ഒരു എക്സ്ട്രാ ഇലക്ട്രോണെ ആഡ് ചെയ്യുകയോ ഒരു എക്സ്ട്രാ ഇലക്ട്രോണെ റിമൂവ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. മീൻസ് ഇത് സ്റ്റേബിൾ ആയിട്ട് അങ്ങനെ മോണോ ആറ്റോമിക് ആയിട്ടാണ് നിൽക്കുവാണ്. സോ ഇത് സീറോ വാലന്റ് എലമെന്റ്സ് എന്ന് പറയും. അപ്പോൾ ഇനോട്ട് ഗ്യാസിനെയാണ് നമ്മൾ സീറോ വാലന്റ് എലമെന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോർമേഷൻ ഓഫ് ക്ലാത്രേറ്റ്സ്. ക്ലാത്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഉള്ളിൽ ചെറിയ കേജസ് ഉണ്ടാവും. ആ കേജസിനകത്ത് നമ്മൾ ഈ ഇനർട്ട് ഗ്യാസസ് വന്ന് ഓക്യുപ്പൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ ക്ലാത്രേറ്റ്സ് എന്ന് വിളിക്കും. മെയിൻലി ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ
ഇതൊക്കെയാണ് എന്ത് ക്ലാത്തറൈഡ്സ് ഫോം ചെയ്യുക. അപ്പം ഫീനോള്, ക്യൂനോള് പോലത്തെ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ഉള്ളിൽ കേജസ് ഉണ്ടാവും. ആ കേജസിനകത്ത് ഒക്കുപ്പൈ ചെയ്യുന്നതാണ് ആര് ക്രിപ്റ്റോൺ, സെനോൺ, ആർഗണൊക്കെ. മെയിൻലി ഹീലിയോ നിയോണും ക്ലാത്തറൈഡ്സ് ഫോം ചെയ്യില്ല. മെയിനായിട്ട് ക്രിപ്റ്റോണും സെനോണും റാഡോണൊക്കെയാണ് ആ കേജസിനകത്ത് വന്ന് ഒക്കുപ്പൈ ചെയ്തിട്ട് ക്ലാത്തറൈഡ്സ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇനർട്ട് ഗ്യാസസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ക്ലാത്തറൈറ്റ് ഫോം ചെയ്യുക എന്നുള്ളത്. ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ കേജസിനകത്ത് വന്നിട്ട് ഒക്കുപ്പൈ ചെയ്യുക എന്നുള്ളത് ക്ലാത്തറൈറ്റ്സ്. പിന്നെ നെക്സ്റ്റ് ഫോർമേഷൻ ഓഫ് ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ്. ഇന്റർസ്റ്റീഷ്യൽ ഇപ്പോൾ ഏതെങ്കിലും സോളിഡിന്റെ അകത്ത് തന്നെ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിനകത്ത് വന്നിട്ട് ഒക്കുപ്പൈ ചെയ്യുന്നത് മിക്കവാറും ഹീലിയാണ് ഒക്കുപ്പൈ ചെയ്യുക ഈസിലി. കാരണം ഹീലിയസിന്റെ സൈസ് കുഞ്ഞതായതുകൊണ്ട്, ചെറിയ സൈസ് ആയതുകൊണ്ട് ഹീലിയത്തിന് പെട്ടെന്ന് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഒക്കുപ്പൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ മെയിൻ ആയിട്ട് ഹീലിയം, നിയോണൊക്കെയാണ് ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും കോമ്പൗണ്ട്സിന്റെ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ വന്ന് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്നത് സൈസ് ചെറുതായിട്ടുള്ള ഗ്യാസസിന്റെ കേസിലാണ്. അപ്പം ഇനേർട്ട് ഗ്യാസസിന്റെ കേസിൽ നമുക്ക് ക്ലാത്തറൈറ്റ് ഫോർമേഷനും ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ടിന്റെ ഫോർമേഷനും ആണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ഇതിന്റെ കോമ്പൗണ്ട്സ് നമുക്കറിയാം. ഇപ്പോൾ ഫ്ലൂറൈഡ്സ്, സെനോണിൻ്റെ ഫ്ലൂറൈഡ്സ് XCF2, XCF4, XCF6 അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പം കെമിക്കൽ ബോണ്ടിങ്ങും ഷേപ്പൊക്കെ പറയുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പ് എന്താണ്, XCF2ൻ്റെ ഷേപ്പ് എന്താണ്, XCF4ൻ്റെ ഷേപ്പ് എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ XCO ആ സെനോണിൻ്റെ തന്നെ ഓക്സൈഡ്സ് ഉണ്ട്. മിക്കവാറും നമ്മൾ സെനോണിൻ്റെ കോമ്പൗണ്ട്സ് ആണ് മിക്കവാറും പറയാറുള്ളത്. ഇതിൻ്റെ കോമ്പൗണ്ട്സ് മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടിൽ പറയാറുള്ളത്. അപ്പോൾ ഓൾറെഡി നമുക്ക് അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷേപ്പ് എങ്ങനെ കാണുക, ജിയോമെട്രി എങ്ങനെയായിരിക്കും, ബോണ്ടിങ് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. സോ അത് പിന്നെ ഇവിടെ പറയുന്നില്ല. അത് ഇത് ഇനർട്ട് ഗ്യാസിൻ്റെ കോമ്പൗണ്ട്സിൽ മെയിനായിട്ട് സെനോണിൻ്റെ ഫ്ലൂറൈഡ്സും സെനോണിൻ്റെ ഓക്സൈഡ്സും ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് കഴിഞ്ഞാൽ പി ബ്ലോക്ക് എലമെന്റ്സ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇപ്പോൾ ഗ്രൂപ്പ് 18 വരെ കഴിഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് 13 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. മെയിനായിട്ട് നമ്മൾ കുറേ ഓർഡറാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സും ഓർത്തു വെക്കുക. പിന്നെ ചില റിയാക്ഷൻസ് ഒക്കെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല എല്ലാ റിയാക്ഷൻസും പറയാന്ന് പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടാണ്. എല്ലാ റിയാക്ഷൻസും പഠിച്ചു വെക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ ചെയ്യാന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. സോ നെക്സ്റ്റ് ഈ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. IIT JAM 2020 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പി ബ്ലോക്കിനകത്ത് നിന്ന് വന്നത് വൺ ഓഫ് ദ പ്രോഡക്ട്സ് ഓഫ് ദി ഹൈഡ്രോളിസിസ് ഓഫ് കാൽഷ്യം ഫോസ്ഫൈഡ് അറ്റ് 25 degrees Celsius. കാൽഷ്യം ഫോസ്ഫൈഡ് 25 degrees Celsius ഹൈഡ്രോളൈസ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തായാലും ആ റിയാക്ഷൻ പറഞ്ഞിട്ടില്ല. ബട്ട് നമുക്ക് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ഫോസ്ഫറസിൻ്റെ ഏതാണെന്ന് നമുക്ക് അറിയാമോ. കാൽഷ്യം ഫോസ്ഫൈഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫോസ്ഫറസിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് നമ്മൾ മൈൻഡിൽ വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ കാൽഷ്യം ഫോസ്ഫൈഡ് എന്ന് പറയുമ്പോൾ Ca3P2 ആണ് അല്ലേ, പ്ലസ് H2O ഗിവ്സ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള എന്താണ്, ഇപ്പോൾ കാൽഷ്യവും വാട്ടറും റിയാക്ട് ചെയ്യുമ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. പിന്നെ അവിടെ ബാക്കി വരാൻ സാധ്യതയുള്ളത് PH3 ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോസ്ഫറസിൻ്റെ കോമ്പൗണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് റിയാക്ഷൻസ് നമുക്ക് ഗസ്സിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇമ്പോർട്ടൻറ്റ് ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതാണെന്നുള്ളത്. അതായത് ഇപ്പോൾ കാൽഷ്യവും വാട്ടറും റിയാക്ട് ചെയ്യുമ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ അല്ലേ. ഞാനിപ്പോൾ ഇത് എന്ത് ചെയ്തിട്ടില്ല, ബാലൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ബാക്കി നമുക്ക് ഇവിടെ വരാൻ സാധ്യതയുള്ള ഫോസ്ഫറസും ഹൈഡ്രജനും ആണ്. അപ്പോൾ ഫോസ്ഫറസും ഹൈഡ്രജനും, ഫോസ്ഫറസിൻ്റെ ഹൈഡ്രേറ്റ് ഏതാണ്, ഫോസ്ഫീൻ അല്ലേ. PH3 എന്ന് പറയുന്നത് ഫോസ്ഫീൻ, ഫോസ്ഫറസിൻ്റെ ഹൈഡ്രേറ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. ഫോസ്ഫീൻ ആണ്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ A ആണ്. ഇത് ബാലൻസ് ചെയ്യാം. സോ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 6 ഓക്കെ കറക്റ്റ് ആവും. 6H2O gives 2 PH3 plus 3 CaOH twice. ഇത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. സോ ഈ റിയാക്ഷൻസ് നോക്കിയാൽ മതി. ഫൈനൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ്, PH3 ആണ്, ഫോസ്ഫീൻ ആണ്. അത് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള റിയാക്ടൻ്റ് ഏതാണോ ജസ്റ്റ് അതൊന്ന് എഴുതിയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഓപ്ഷൻസും കൂടി ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. സോ നെക്സ്റ്റ് പി ബ്ലോക്കിനകത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും വരുമോ. നെക്സ്റ്റ്
ദ സോളിഡ് സ്റ്റേറ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് HF ഈസ്. HFന്റെ സോളിഡ് സ്റ്റേറ്റ് സ്ട്രക്ചറാണ് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ HFന്റെ സോളിഡ് സ്റ്റേറ്റ് സ്ട്രക്ചർ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നു, ബട്ട് ഞാൻ പറഞ്ഞുതരാം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HF എപ്പോഴും എന്ത് ചെയ്യും, ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. അപ്പം ഹൈഡ്രജൻ എഫ് അടുത്ത ഒരു ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും അല്ലേ. മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആയിട്ടാണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുക. സോ HF പിന്നെ HF ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലീനിയർ പോകില്ല, കാരണം സിഗ്സാഗ് ആയിട്ടാണ് ഇത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക. ബിക്കോസ് ഫ്ലൂറിന്റെ കേസിൽ ഈ രണ്ട് ബോണ്ടിങ് അല്ലാതെ തന്നെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വേറെയും ഉണ്ട് അല്ലേ. ഫ്ലൂറിന്റെ കേസിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വേറെയും ഉണ്ട്. സോ ഫ്ലൂറിന്റെ കേസിലുള്ള ലോൺ പെയർ റിപ്പൽഷൻ കൂടി ഉണ്ടായതുകൊണ്ട് എന്താണ് ഈ സ്ട്രക്ചർ സിഗ്സാഗ് ആയിട്ടാണ് വരിക. HF പിന്നെ അടുത്ത ബോണ്ടിങ് H, പിന്നെ നമ്മൾ ഇങ്ങോട്ട് F എഴുതരുത്. ബിക്കോസ് ഈ HF ഇല്ലേ, ഈ HF അതായത് ഒരു ഹൈഡ്രജന്റെ അടുത്ത് രണ്ട് ഫ്ലൂറിൻ ലീനിയർലി ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ലീനിയർ ആയിട്ട് മീൻസ് രണ്ട് ഫ്ലൂറിനും ഒരു ഹൈഡ്രജനും ലീനിയർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കും. നെക്സ്റ്റ് ആണ് എന്ത് സിഗ്സാഗ് ആയിട്ട് പോവുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്ട്രക്ചർ ആണ് സിഗ്സാഗ് ആയിട്ട് പോവുക. സോ HF പിന്നെ നെക്സ്റ്റ് HF പിന്നെ F മീൻസ് ഏതാണ്, ഇത് ലീനിയർ ആണ്. അതായത് HF ലീനിയർലി വരുന്ന വിധത്തിൽ ഓപ്ഷൻ ബി നോക്കിയാൽ മതി, കറക്റ്റ് ഞങ്ങൾക്ക് മനസ്സിലാവും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അതായത് FHF ലീനിയർലി വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോഴും സിഗ്സാഗ് മോഷൻ ലോൺ പെയർ റിപ്പൽഷൻ ഒക്കെ കളഞ്ഞിട്ട് സിഗ്സാഗ് ആയിട്ട് നിൽക്കുമ്പോഴാണ് സ്റ്റേബിൾ ആയിട്ട് സോളിഡ് HFന്റെ സ്ട്രക്ചർ വരിക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസും സിഗ്സാഗ് ഒക്കെയാണ്. ഓപ്ഷൻ എ ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് സിഗ്സാഗ് ഒക്കെ ആണെങ്കിലും ഇവിടെ FHF ആയിരിക്കണം ഒരേ ലൈനിൽ വരേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള സോളിഡിന്റെ സ്ട്രക്ചർ വരിക. നെക്സ്റ്റ് കേജ് ടൈപ്പ് സ്ട്രക്ചർ അഡോപ്റ്റഡ് ബൈ ബോറോൺ ഹൈഡ്രൈഡ് B5H11 ഏത് സ്ട്രക്ചർ ആണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു BnHn+2 ആണെങ്കിൽ ക്ലോസോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. HN+4 ആണെങ്കിൽ നിഡോ, HN+6 ആണെങ്കിൽ അരാക്കിനോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ B5H എന്ന് പറയുന്നത് എന്താണ്, 5+6 ആണ് അല്ലെ. N+6 ആണ് വരുന്നത്. 11 എന്ന് പറയുന്നത് N+6, 5+6 ആണ്. അതായത് N+6 അരാക്കിനോ ആണ് വരിക. സോ ഇത് ഏത് കേജ് ടൈപ്പ് ആണ്, അരാക്കിനോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. സോ ഓപ്ഷൻ ഡി അരാക്കിനോ ആണ്. അതായത് BnHn+6 എന്ന ഫോർമാറ്റിൽ വരുന്നതുകൊണ്ടാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഈ 2020 ഒരുപാട് ക്വസ്റ്റ്യൻസ് പി ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ദ നമ്പർ ഓഫ് ലോൺ പെയേഴ്സ് പ്രസന്റ് ഇൻ ഫോസ്ഫോണിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫറസ് ആസിഡ്. അതിന്റെ സ്ട്രക്ചർ ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കണം. H3PO3 ആണ് അല്ലെ ഫോസ്ഫോണിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫറസ് ആസിഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇതിന്റെ അകത്തുള്ള നമ്പർ ഓഫ് ലോൺ പെയേഴ്സ് ആണ് ക്വസ്റ്റ്യൻ. സോ ഓൾറെഡി നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ എന്താണ്, ടെട്രാഹൈഡ്രൽ ആണെന്ന് അറിയാം അല്ലെ. H3PO3 സ്ട്രക്ചർ ടെട്രാഹൈഡ്രൽ ആണ്, നമ്മൾ ഷേപ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ അതിന്റെ സ്ട്രക്ചർ വെച്ചിട്ട് വരച്ചാൽ മതി. P ടെട്രാഹൈഡ്രൽ OH H ഡബിൾ ബോണ്ട് O, ഇതാണ് സ്ട്രക്ചർ. അപ്പോൾ ഒരു ഓക്സിജൻ ചുറ്റും എത്ര ഇലക്ട്രോൺസ് ആണ് ഉള്ളത്, 2 ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ 1 2 3 4 5 6 1 2 3 4 5 6 ടോട്ടൽ 6 ലോൺ പെയേഴ്സ് ആണുള്ളത്. ഒരു ഓക്സിജൻ ചുറ്റും 2 ലോൺ പെയർ ഇലക്ട്രോൺസ്, ബാക്കിയൊക്കെ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുള്ളത്. സോ എന്താണ് 2 1 2 3 4 5 6 ഇലക്ട്രോൺ പെയർസ് ആണുള്ളത്. അപ്പോൾ എത്ര ലോൺ പെയർ ഉണ്ട്, ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 6 ആണ് ആൻസർ വരിക. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കേണ്ടതിന്റെ സ്ട്രക്ചർ ഒന്ന് വരച്ചിട്ട് ബോണ്ടിങ് നോക്കി ബാക്കി എത്ര ലോൺ പെയർ ഉണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈസിലി കിട്ടും. ഇപ്പോൾ ലോൺ പെയർ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ബോണ്ടിങ്ങിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഓക്സിജന് ചുറ്റും എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, സോ നെക്സ്റ്റ് the value of n in PnO18 6- is, അതായത് PnO18 6- നകത്ത് n ന്റെ വാല്യൂ എത്രയാണ് വരിക എന്നുള്ളത്. ഇതിനകത്ത് വേറൊന്നും ആവശ്യമില്ല, നമുക്ക്
പ്രീവിയസ് നോളജ് ഒന്നും ആവശ്യമില്ല. PN ജസ്റ്റ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കിയാൽ മതി, അപ്പോൾ തന്നെ കിട്ടും. നമുക്കറിയാം ഫോസ്ഫറസിൻ്റെ മെയിനായിട്ട് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +5 ആണ് ഫോസ്ഫറസിൻ്റെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ N × 5 -18 × 2 = -6. -2 ആണ് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സോ -18 × 2 എന്ന് എഴുതി നമ്മൾ. സോ 5N = എന്ത് കിട്ടും? -6 + 18 × 2, അതായത് 36 -6 അതായത് 30 കിട്ടും. സോ N = 30 / 5 which is equal to 6. സോ N എന്ന് 6 ആണ്, അതായത് P6O86- ആണ് ഇതിൻ്റെ സ്ട്രക്ചർ വരിക. ഇത് ജസ്റ്റ് നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടാൽ മതി, എളുപ്പമാണ്. നെക്സ്റ്റ് IIT 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. For Na+, Mg2+, Al3+, F-, ഓർഡർ ഓഫ് അയണിക് റിലേ, കറക്റ്റ് ഓർഡർ. അതായത് തന്നിട്ടുള്ളത് Na+, Mg2+, Al3+, F-. അപ്പോൾ ഇതിൻ്റെ അയണിക് റേഡിയൻ്റെ സ്ട്രക്ചർ ഒന്നും നോക്കാനില്ല, കാരണം ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ഉണ്ട്. ആനോൺസിൻ്റെ സൈസാണ് കാറ്റോൺസിൻ്റെ സൈസിനേക്കാളും ബിഗർ എന്ന് നമുക്കറിയാം. സോ F- ആണ് ബിഗർ ഇൻ സൈസ്. പിന്നെ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതിനനുസരിച്ച് സൈസ് കുറയും അല്ലേ? കാരണം എന്താണ്? ഇപ്പോൾ അലുമിനിയം 3+ന്റെ കേസിൽ 3 ഇലക്ട്രോൺസിന്റെ ലോസ് അവിടെ ഉണ്ടായിട്ടുള്ളത്. 3 ഇലക്ട്രോൺസ് ലോസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഷെല്ലിന്റെ എണ്ണവും കുറയും, സൈസും കുറയും. സോ Na+, Mg2+, Al3+, ഇതാണ് സ്ട്രക്ചർ. അയണിക് റേഡിയൻ്റെ ഓർഡർ വരും. അതായത് അയണിക് റേഡിയൻ കൂടുതലുണ്ടാവുക ആനോണാണ്. പിന്നെ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതനുസരിച്ച് അയണിക് റേഡിയൻ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിയാക്ഷൻ ഓഫ് BCl3 വിത്ത് അമോണിയം ക്ലോറൈഡ്. ഇത് BCl3 നമ്മുടെ ബോറോണിൻ്റെ കോമ്പൗണ്ട്സിൽ വരുന്നതാണ്. അതായത് BCl3 അമോണിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു P എന്നൊരു പ്രോഡക്റ്റ് ഫോം ചെയ്തു. ഈ P എന്ന പ്രോഡക്റ്റ് സോഡിയം ബോറോഹൈഡ്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. NaBH4 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് Q കിട്ടും. നെക്സ്റ്റ് ഈ Q + വാട്ടർ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് R, ആൻഡ് ഡയാറ്റോമിക് ഗ്യാസ് S, R+S. സോ ഇത് ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം BCl3 അമോണിയം ക്ലോറൈഡ് റിയാക്ട് ചെയ്താൽ BClNH ട്രൈസ് എന്ന കോമ്പൗണ്ടാണ് കിട്ടുക. ബാലൻസ് ചെയ്യുന്നില്ല. BClNH ട്രൈസ് എന്ന കോമ്പൗണ്ട്, അത് സോഡിയം ബോറോഹൈഡ്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക B3N3H6 ആണ്. B3N3H6 ഇൻഓർഗാനിക് ബെൻസീൻ എന്ന് പറയുന്ന ബൊറാസിൻ. B3N3H6 സോഡിയം ബോറോഹൈഡ്രേറ്റും BClNH ട്രൈസും റിയാക്ട് ചെയ്യും. അതായത് ഇത് ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ടാണ്. സാധാരണ BCl3 അമോണിയം ക്ലോറൈഡ് റിയാക്ട് ചെയ്ത് സോഡിയം ബോറോഹൈഡ്രേറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ B3N3H6 കിട്ടുക. ഈ B3N3H6 വാട്ടറുമായിട്ട് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ അപ്പോൾ P എന്ന ഓപ്ഷൻ കറക്റ്റ് അല്ല. മീൻസ് P ഈസ് B3N3H6 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, P എന്ന് പറയുന്നത് എന്താണ്? BClNH ട്രൈസ് ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നെക്സ്റ്റ് Q എന്ന് പറയുന്നത് B3N3H6 ആണ്. Q B3N3H6 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടില്ല അല്ലേ? നെക്സ്റ്റ് Q എന്ന് പറയുന്നത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 6 കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം B3N3H6ന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരിക? ബെൻസീൻ്റെ സ്ട്രക്ചറാണ് വരിക. ആൾട്ടർനേറ്റീവ് ആയിട്ട് BN ബോണ്ട് വരും. BN ബോണ്ട് വരും. B3N3 അല്ലേ? H6 എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ ഭാഗത്തും ഹൈഡ്രജൻ, 6 ഹൈഡ്രജൻ വേണം. ഇതാണ് B3N3H6. അപ്പോൾ Q എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് B3N3H6. ഈ B3 ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ, സോ ഈ B3N3H6 സാധാരണ നമ്മൾ ബെൻസീൻ്റെ സ്ട്രക്ചർ പോലെ ഉണ്ടാവുക. അത് ഹൈഡ്രോളൈസ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ R ഉം S ഉം കിട്ടും. S എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ഗ്യാസ് ആണ്. R എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ BN ഇങ്ങനെ എഴുതുന്നത്. സോ ഇതിൽ ബിന്റെ സ്ഥാനത്തും എന്നിന്റെ സ്ഥാനത്തൊക്കെ ഹൈഡ്രജൻ ഉണ്ട്. ബിന്റെ സ്ഥാനത്തുള്ള ഹൈഡ്രജൻ മാറിയിട്ട് ഇവിടെ OH ആയിട്ട് മാറും. OH. സോ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് BOHNH ട്രൈസ്. BOHNH ഹോൾ ട്രൈസ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടാണ്. Q നമുക്ക് എന്ത് കിട്ടുക? R കിട്ടുക. +S അതിൻ്റെ ഡയാറ്റോമിക് ഗ്യാസ് കിട്ടും.
സോ എന്തായാലും എന്തല്ല, ക്ലോറിൻ അല്ല ഡയാറ്റമിക് ഗ്യാസ്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബി തെറ്റാണ്. ഓപ്ഷൻ സി നോക്ക്, ആർ ഈസ് BOH-NH ട്രൈസ്. ആർ എന്ന് പറയുന്നത് BOH-NH ട്രൈസ് ആണെന്നാണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, BOH-NH ട്രൈസ്. സോ നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലായി പിയും ക്യൂവും തന്നിരിക്കുന്നത് തെറ്റാണ്. അതായത് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും തെറ്റാണെന്ന് മനസ്സിലായി. പിന്നെ ചെയ്യുന്നതിൽ എന്താണ്, എസ് എന്ന് പറയുന്നത് ഡയാറ്റമിക് ഗ്യാസ് ഒരിക്കലും ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യില്ല അതിനകത്ത്, അല്ലെ, ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുക. സോ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇതാണ് BOH-NH ട്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടറായിട്ട് ബൊറാസിൻ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ കോമ്പൗണ്ടാണ് കിട്ടുക. ഓക്കെ, സോ ഇത്രയാണ് IIT JAM 2020-ലും 2021-ലും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം.